السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്വർഗത്തിൻ്റെ 8 വാതിലുകളിൽ ഏത് വാതിലിലൂടെയും നാം ഇഷ്ടപ്പെടുന്ന ഏത് വാതിലിലൂടെയും അല്ലാഹു തആല നമ്മളെ പ്രവേശിപ്പിക്കാൻ നമ്മൾ പ്രഖ്യാപിക്കേണ്ട ഷഹാദ കലിമ പറയുന്ന കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട കലിമത്തു ഷഹാദയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ അടിമയാണെന്നും അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സാക്ഷ്യവചനത്തിൽ 2 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എടുത്തു പറഞ്ഞത്. ഒന്ന് അബ്ദുഹു, അള്ളാഹുവിൻ്റെ അടിമയാണെന്നും, വ റസൂലുഹു, അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും. ഞാൻ പറഞ്ഞിരുന്നു 3 വിധത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ആളുകൾ നിലനിൽക്കുന്നത്. ഒന്ന് അതിര് കവിഞ്ഞ വിഭാഗമാണ്. രണ്ടാമത്തത് അതിനെ തീരെ ഗൗനിക്കാതെ അതിനെ അലസതയോടുകൂടി അതിനെ സമീപിക്കുന്ന ആളുകളാണ്. ഇതിന് രണ്ടിനും ഇടയിലാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതിര് കവിയാനും പാടില്ല, എന്നാൽ നബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അലസതയോ അതുപോലെ തന്നെ അതിനെ ഗൗനിക്കാതിരിക്കുന്ന വിഷയമോ ഉണ്ടാകാനും പാടില്ല. അതിൽ അബ്ദുഹു എന്നുള്ള പദമാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൽ വരുന്ന അതിര് കവിച്ചലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിലേക്ക് സമന്മാരാക്കുന്ന, തുല്യമാക്കുന്ന, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും സിഫത്തുകളോ അള്ളാഹുവിന് നൽകേണ്ട ഏതെങ്കിലും കാര്യങ്ങളോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നത്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വച്ചത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമായ വ റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ അബ്ദും അള്ളാഹുവിൻ്റെ റസൂലുമാണ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ പടപ്പാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ നമ്മൾ അംഗീകരിക്കുകയും ആ പ്രത്യേകതകളെ നമ്മൾ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് അദ്ദേഹവുമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കർമ്മങ്ങളെയും തിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ആ വിഷയത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മുഹമ്മദ് നബി, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയതാണ്. മക്കയിലെ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിച്ച മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ള മനുഷ്യരെ പോലെയല്ല. അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിൽ നിന്ന് വഹി വരുന്ന, അള്ളാഹുവിൻ്റെ ആജ്ഞകളും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ മെസ്സേജുകളും വരുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്നതാണ് നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കുന്നതിലൂടെ നമ്മുടെ മേൽ നിർബന്ധമാകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മേൽ നിർബന്ധമായും നമ്മൾ സ്വീകരിക്കേണ്ട ചില പ്രവർത്തനങ്ങളുമുണ്ട്. കാരണം മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അതിന് ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ, ആ മുഹമ്മദ് നബി എന്തൊക്കെ എന്നെ പഠിപ്പിച്ചുവോ
ആ പഠിപ്പിച്ചതെല്ലാം എൻ്റെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സന്ദേശമാണ്, അവൻ്റെ നിർദ്ദേശമാണ് എന്ന് അംഗീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ഷഹാദയുടെ ആദ്യ ഭാഗം നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അള്ളാഹുവിന് മാത്രമായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ. നമ്മൾ ചെയ്യുന്ന ഏത് ആരാധനകളും ഏത് പ്രവർത്തനങ്ങളും അള്ളാഹുവിന് മാത്രമാകുമ്പോഴാണ് അള്ളാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുക. ചെറിയ ശിർക്കോ വലിയ ശിർക്കോ നമ്മുടെ ഇബാദത്തുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അറിയുന്നവരും മനസ്സിലാക്കിയവരുമാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സ്വഹാബി കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരാൾ യുദ്ധത്തിന് പോകാണ്. അയാൾ യുദ്ധത്തിന് പോകുമ്പോൾ അയാളുടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ കൂലി കിട്ടണം, ഷഹീദാകണം എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ അയാളെ പറ്റി ജനങ്ങൾ നല്ലത് പറയണം, നല്ലൊരു യോദ്ധാവാണ്, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ദീനിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന നല്ല പോരാളിയാണ് എന്ന് ജനങ്ങൾ അയാളെ പറ്റി പ്രശംസിക്കണം എന്നും അയാൾക്ക് ആഗ്രഹമുണ്ട്. എങ്കിൽ ഇയാളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ നിലപാട് എന്താണ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അരികിൽ അവനൊന്നുമില്ല, അള്ളാഹുവിൻ്റെ അരികിൽ ഒരു പുണ്യവും ഈ യുദ്ധം കൊണ്ട്, അവൻ്റെ ഷഹാദ കൊണ്ട് അവന് ലഭിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിന് മാത്രമായിരിക്കണം അവൻ്റെ ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത്. ചെറിയ ശിർക്കാകുന്ന റിയാ പോലും, ലോകമാന്യത പോലും അതിലേക്ക് കലരാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ഷഹാദയുടെ ഒന്നാമത്തെ പാർട്ട്. ഈ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗം എന്താന്ന് വെച്ചാൽ, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എന്ന് പ്രഖ്യാപിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്ത് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ അള്ളാഹുവിനെ അർപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം, ശരി, ഞാൻ എങ്ങനെ അള്ളാഹിനെ ആരാധിക്കണം? ഏതൊക്കെ കർമ്മങ്ങളാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കർമ്മം ഏത്? എൻ്റെ ഇബാദത്തിന്റെ രൂപം എങ്ങനെയായിരിക്കണം? ഈ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് അള്ളാഹു തആല മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചത്. ഇതാണ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഷഹാദ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ അതിനെപ്പറ്റി പറയും, ലാ യുഅ്ബദുല്ലാഹു ഇല്ലാ ബിമാ ശറഅ, പഠിപ്പിക്കപ്പെട്ടതുപോലെയല്ലാതെ അള്ളാഹു ആരാധിക്കപ്പെടാതിരിക്കുക. അഥവാ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന രീതിയിൽ മാത്രമായിരിക്കണം അള്ളാഹുവിന് നമ്മൾ ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത്. ഓരോരുത്തർക്കും അത് നല്ലതല്ലേ എന്ന് തോന്നുന്നതിനനുസരിച്ച് അള്ളാഹ്ക്ക് ഇബാദത്തുകൾ അർപ്പിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഒരൊറ്റ സംഭവം മാത്രം ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിനു ശേഷം സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സ്വഹാബികളുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഒരു പള്ളിയിലേക്ക് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു കയറി ചെല്ലുമ്പോൾ ആ പള്ളിയിൽ ചില ആളുകൾ ചില കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ച്, അള്ളാഹുവിന്റെ പുണ്യം മാത്രം ഉദ്ദേശിച്ച് അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ്. എന്താണ് അവർ ചെയ്യുന്നത്? മഹാനായ സ്വഹാബി തന്നെ പറയുന്നുണ്ട്, അവര് ചില ഹലക്കകളായി വട്ടമിട്ടിരിക്കുന്നു. പല ഹലക്കകളുണ്ട് പള്ളിയിൽ. ആ ഹലക്കയിൽ ഒരു നേതാവ് ഉണ്ടായിരിക്കും. കുറെ ആളുകൾ വട്ടമിരിക്കുന്നു, അതിനൊരു നേതാവുണ്ട്. ആ നേതാവ് അവരോടെല്ലാവരോടും ഒന്നിച്ചു പറയും, കബ്ബിറൂ മിഅ, നിങ്ങളെല്ലാവരും 100 പ്രാവശ്യം തക്ബീർ ചൊല്ലണം. അപ്പൊ എല്ലാവരും തക്ബീർ ഇങ്ങനെ ചൊല്ലും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, 100 പ്രാവശ്യം ഇങ്ങനെ തക്ബീർ ചൊല്ലും. അത് എണ്ണം പിടിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ ഒരു കല്ലുണ്ട്, 100 കല്ലുകളുണ്ട്. ഈ കല്ലിങ്ങനെ മാറ്റി വെച്ച് എണ്ണം പിടിച്ചുകൊണ്ടിരിക്കും. 100 പ്രാവശ്യം തക്ബീർ കഴിഞ്ഞാൽ വീണ്ടും ഈ നേതാവ് പറയും, ഹല്ലിലൂ മിഅ, 100 പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ. അപ്പോൾ അവരിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ സബ്ബിഹൂ മിഅ, സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ തക്ബീർ ഹംദ് ചൊല്ലാൻ വേണ്ടി പറയും. ഇങ്ങനെ ദിക്റുകൾ ഇങ്ങനെ 100 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരാൾ ഏറ്റു പറയുന്നു, മറ്റുള്ളവർ അത് ഒരാൾ ചൊല്ലുന്നു, മറ്റുള്ളവരെ ഏറ്റു ചൊല്ലുന്നു, അതിന് എണ്ണം പിടിക്കുന്നു. ഇതൊരു പ്രത്യേക രീതിയിൽ അവരിതിങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്കാണ് മഹാനായ സ്വഹാബി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു അവിടേക്ക് ചെന്നത്, ആ നാട്ടിലേക്ക് പോയത് അവിടുത്തെ ഗവർണറായിരുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ സന്ദർശിക്കാനാണ്.
ഇത് കണ്ടപ്പോൾ അബൂ മൂസ അശ്അരി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അരികിലേക്ക് നേരെ ചെന്നു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം കണ്ടുവരുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നമ്മളാരും അങ്ങനെ ഒരു പ്രവർത്തനം കണ്ടിട്ടില്ല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് അവരെ എതിർത്തില്ല? അപ്പോൾ പറഞ്ഞു, നിങ്ങളാണല്ലോ ഇവിടുത്തെ ഗവർണർ, നിങ്ങളുമായി സംസാരിച്ചിട്ടാകാം. അങ്ങനെ അവർ രണ്ടുപേരും പള്ളിയിലേക്ക് കയറി ചെല്ലാൻ. പള്ളിയിലേക്ക് കയറി ചെന്നിട്ട് അവിടുത്തെ ഗവർണറായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അവരോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അവർ പറയാണ്, യാ അബ്ദുറഹ്മാൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ വിളിച്ചു പറയാണ്, ഞങ്ങൾ എന്തു ചെയ്യുന്നു, ഞങ്ങൾ തക്ബീറും തഹ്ലീലും തസ്ബീഹും ഒക്കെ ഈ കല്ല് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ പറയാ അവരോട്, ഫഉദ്ദു സയ്യിആതികും ഫഅന ളാമിനുൻ അല്ലാ യദീഅ മിൻ ഹസനാതികും ഷൈ. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല നിങ്ങളുടെ തിന്മകൾ എണ്ണുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല എന്നതിന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നിൽക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ സമൂഹമേ നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലക്തുകും ഹൗലായി സ്വഹാബത്തു നബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പെട്ടെന്നാണ് ഈ സമൂഹം നശിച്ചു പോയത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സഹവസിച്ച സ്വഹാബികളാണ് ഈ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അഥവാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദും അബൂ മൂസ അശ്അരിയെയും കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അതുപോലെയുള്ള മറ്റു മുത്തവാഫിറൂൻ, മറ്റു സ്വഹാബികളും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. വഹാദിഹി സിയാബുഹു, ഇത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വസ്ത്രമാണ്. ലം തുബൽ, അത് നശിച്ചു പോയിട്ടില്ല. വആനിയതുഹു, റസൂൽ ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ വസ്ത്രം, അദ്ദേഹത്തിന്റെ പാത്രങ്ങൾ, ലം തുക്സർ, അത് ഉടഞ്ഞു പോയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി ഇന്നകും ലഅല്ല മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ ഔ മുഫ്തതിഹു ബാബ ളലാലത്തിൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആണേ സത്യം, നിങ്ങളെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിനേക്കാളും വലിയൊരു മില്ലത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത്? അതല്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളലാലത്തിന്റെ വാതിലുകളാണോ നിങ്ങൾ തുറക്കുന്നത്? അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്താ ഇപ്പൊ ഇവരോട് ഈ പറഞ്ഞേ, നിങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞതും നിങ്ങൾ നശിച്ചു പോയെന്നൊക്കെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാ പറഞ്ഞേ? അവരവിടെ നിന്ന് കള്ളുടിച്ചോണ്ടല്ല, അവർ ചീട്ട് കളിച്ചോണ്ടല്ല, അവരെന്തെങ്കിലും ഹറാമായ പ്രവർത്തനം ചെയ്തതുകൊണ്ടല്ല. അവർ തക്ബീറാണ് ചൊല്ലിയത്, അവർ തഹ്ലീലാണ് ചൊല്ലിയത്, അവർ തസ്ബീഹാണ് ചൊല്ലിയത്. പക്ഷെ എന്താണ് പ്രശ്നം? ഇങ്ങനെ പള്ളിയിലിരുന്ന് വട്ടം കൂടിയിരുന്ന് ആളുകൾ ഒന്നിച്ചിരുന്ന് ഒരു നേതാവിന്റെ കീഴിൽ എണ്ണം പിടിച്ച് ഈ രീതിയിലുള്ള ഒരു തക്ബീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനൊരു തഹ്ലീൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചു പോയത്. ഞങ്ങളാകുന്ന സ്വഹാബികളോട് ജീവിച്ചിരിക്കുന്നുണ്ട്, നബിയുടെ കൂടെ സഹവസിച്ച ആളുകൾ. നബിയുടെ വസ്ത്രം നുരുമ്പിപ്പോയിട്ടില്ല, അഥവാ കാലതാമസം വന്നിട്ടില്ല. നബി മരിച്ചിട്ട് നബിയുടെ പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല. എന്നിട്ട് എന്താ അദ്ദേഹം പറഞ്ഞത്? നബിനേക്കാളും നല്ലൊരു മില്ലത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത്? അതല്ല, ളലാലത്തിന്റെ വാതിലാണോ നിങ്ങൾ തുറന്നിടുന്നത് എന്നാണ് അദ്ദേഹം അവരോട് ചോദിച്ചത്. പിന്നീട് അവരെ എല്ലാം പള്ളിയിൽ നിന്ന് അദ്ദേഹം നീക്കം ചെയ്തു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഈ സ്വഹാബി ഈ സംഭവം റിവായത്ത് ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ട്, ഈ കൂട്ടത്തിലെ മുഴുവൻ ആളുകളെയും അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളെയും പിന്നീട് ബിദ്അത്തിന്റെ കക്ഷികളായ ഖവാരിജികൾ പുറപ്പെട്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ കാണുകയുണ്ടായി എന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഇത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്, അള്ളാഹുവിന് ഞാൻ ഇബാദത്ത് ചെയ്യുക അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച രീതിയിൽ മാത്രമായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാടുമായി ബന്ധപ്പെടുത്തി, നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ആലോചനകൾ നമ്മൾ നിർവഹിക്കണം. പല കാര്യങ്ങളും പ്രവാചകന് പരിചയമില്ലാത്തതാണ്, പ്രവാചകന്റെ സ്വഹാബത്തിന് പരിചയമില്ലാത്തതാണ്. ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയാ, എന്താ അതിൽ തെറ്റ്? സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് തെറ്റാണോ? തക്ബീർ ചൊല്ലുന്നത് തെറ്റാണോ? തഹ്ലീൽ ചൊല്ലുന്നത് തെറ്റാണോ? ഇങ്ങനെ ഓരോന്ന് എടുത്തു ചോദിക്കും. ഇവിടെ എന്തായിരുന്നു തെറ്റ് ഈ സംഭവത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു പുതിയ പ്രവർത്തനം പുതിയ രീതിയിൽ പുതിയ ഭാവത്തിലും അവർ നിർവഹിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ, അനാചാരങ്ങൾ, മരണവുമായി ബന്ധപ്പെട്ടും ജനനവുമായി ബന്ധപ്പെട്ടും മനുഷ്യന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇതൊക്കെ നമുക്ക് നിയലിച്ച് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ. മരിച്ചു കഴിഞ്ഞാൽ 3-ന്റെ അന്ന് കണ്ണൂക്ക് എന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമ്പ്രദായങ്ങൾ, അതുപോലെ തന്നെ വർഷത്തിൽ ആണ്ട് നടത്തുന്ന സമ്പ്രദായങ്ങൾ, ഇതുപോലെ തന്നെ മരിച്ച വ്യക്തിക്ക് വേണ്ടി തഹ്ലീലുകൾ ചൊല്ലുന്നു, അതുപോലെ തന്നെ തക്ബീറുകൾ ചൊല്ലുന്നു, ഇതുപോലെ മരിച്ചു കഴിഞ്ഞാൽ യാസീൻ ഓതുന്നത്, ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടുന്ന് തൽഖീൻ ഓതുന്നത്, ഇപ്പൊ പുതുതായി അവിടെ ഈ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ച എനിക്കിത് പറ്റുമോ? ഇല്ലേ. കാരണം അള്ളാഹിന്റെ റസൂലിന് അത് പരിചയമുണ്ടോ? ഇല്ലേ. അള്ളാഹിന്റെ റസൂൽ ഏത് സ്വഹാബിയുടെ മരണത്തിന് ശേഷമാണ് തൽഖീൻ ഓതി കൊടുത്തത്? നിന്റെ അടുത്തേക്ക് ഇന്ന 2 മലക്കുകൾ വരുന്നു, ആ മലക്കുകൾ വന്നാൽ നിന്നോട് ഇന്ന ചോദ്യങ്ങൾ ചോദിക്കും, ഈ ചോദ്യത്തിന് ഈ ഉത്തരം നീ പറയണമെന്ന് ഏത് സ്വഹാബിയുടെ തലയുടെ ഭാഗത്തിരുന്നിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത്? ഏത് സ്വഹാബി മരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തഹ്ലീലുകൾ നമ്മുടെ നാട്ടില് 1000 പ്രാവശ്യമോ 100 പ്രാവശ്യമോ 700 പ്രാവശ്യമൊക്കെ എണ്ണം പിടിച്ച് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പള്ളിയിൽ വെച്ച് നടത്തുന്ന തഹ്ലീലുകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഏത് സ്വഹാബിയാണ് നിർവഹിച്ചിട്ടുള്ളത്? ഏത് സ്വഹാബിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. വിഷയം ഗൗരവമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന് നൽകുന്ന ഉപദേശമുണ്ട്. മഹാനായ ഇർബാദ് ബിൻ സാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകി. വജിലത് മിൻഹൽ ഖുലൂബ്, ആ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ വിറക്കാൻ തുടങ്ങി, ഞങ്ങളുടെ ഹൃദയത്തിന് ചലനമുണ്ടായി. വദറഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇദതു മുവദ്ദിഅ, ഇത് വിട പറയുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ പ്രവാചകരെ. ഒരാള് യാത്ര തിരിക്കുന്ന, യാത്ര പറയുന്ന ഒരാളുടെ ഉപദേശം പോലെ. നബിയുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്, നബിയുടെ മരണത്തോട് അടുത്ത് നിൽക്കുന്ന സമയത്താണ് നബി ഉപദേശങ്ങൾ നൽകുന്നത്. അപ്പൊ ആ ഉപദേശത്തിൽ നിന്ന് അവർക്ക് ഫീൽ ചെയ്യാണ്, ഒരു വിട പറയുന്നവന്റെ ഉപദേശം പോലെ ഉണ്ടല്ലോ റസൂലെ. ഫമാ തഅഹദു ഇലൈനാ, അതുകൊണ്ട് റസൂലെ ഞങ്ങളോട് അങ്ങേക്ക് കൂടുതലായി പറയാനുള്ളത് എന്താണ്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊസീകും ബിസ്സംഇ വത്വാഅ, നിങ്ങളുടെ നേതൃത്വത്തെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. ഫഇന്നഹു മൻ യഅിശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, എൻ്റെ കാലശേഷം ഇനി എൻ്റെ ഉമ്മത്തിൽ ഒരുപാട് വിഭിന്ന കക്ഷികൾ ഉണ്ടാകും, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിങ്ങൾ സത്യത്തെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. മിൻ ബഅദി, എൻ്റെ ശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, എന്താ പറയാ, ഇഖ്തിലാഫുകൾ ഉണ്ടെങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് ഹദീസുകളിൽ നമുക്ക് കാണാം, ഞാൻ ഒരിക്കലും നിങ്ങളെ ഇരുട്ടിലല്ല ഉപേക്ഷിക്കുന്നത്. അലാ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് തെളിമയാർന്നൊരു പാതയിലാണ്, അതിൻ്റെ രാത്രി പോലും പകലിനെ പോലെ പ്രശോഭിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരാൾക്കും വഴി അറിയാതെ തപ്പിത്തടയേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് സത്യം മനസ്സിലാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി മാ അന അലൈഹി അൽയൗമ വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു ആദർശത്തിലാണോ ഉള്ളത് ആ ആദർശത്തിൽ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, തമസ്സകൂ ബിഹാ, ഈ സുന്നത്തിനെ, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് അതിനെ കടിച്ചു പിടിക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി അള്ളാഹിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നബിയുടെ കാലശേഷം
വളരെ വലിയ പ്രതിസന്ധികളും മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകും. ഏതാണ് ശരി, ഏതാണ് സുന്നത്തി, ഏതാണ് വിദ്യാത്ത്, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും പ്രയാസപ്പെടണ്ട. നിങ്ങൾ എൻ്റെ സുന്നത്തിനെ പിടിച്ചോ, മുറുകെ പിടിച്ചോ, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചോ, എങ്കിൽ നിങ്ങൾക്ക് സത്യത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും. നബി വീണ്ടും പറഞ്ഞു, വഇയ്യാകും മുഹ്ദസാത്തുൽ ഉമൂർ, കാര്യങ്ങളിൽ പുതുതായി നിർമ്മിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്. എത്ര കൃത്യമായിട്ടാണ് നബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ചില ആളുകൾ പറയും ഇത് ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ്. നബിന്റെ കാലത്തുണ്ടോ? ഇല്ല. ഇപ്പൊ നബിദിനം കഴിക്കല്, ഇത് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, ആരെങ്കിലും തോൽപ്പിക്കാനല്ല, നമുക്ക് സത്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആണ്. നമുക്ക് സ്വർഗം കിട്ടണം, അത്രേ ഇതിന്റെ ലക്ഷ്യമുള്ളൂ. നബിദിനവുമായി ബന്ധപ്പെട്ട് എന്താ പറയാ? നബിന്റെ കാലത്തുണ്ടോ? കഴിക്കുന്നവരെന്നെ പറയില്ല. സ്വഹാബികൾ ആരെങ്കിലും നബിനെ ആഘോഷിച്ചണോ? അവർ തന്നെ പറയൂല്ല. എന്നാലും ഇത് നല്ല ബിദ്അത്താണ്. നബി എന്താ പറഞ്ഞത്? വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ബിദ്അത്തും നരകത്തിലാണ്. അലൈക്കും മുഹ്ദസാത്തുൽ ഉമൂർ, കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കുന്നതിനെ, ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ പറയും, അങ്ങനെയാണ് നിങ്ങൾ മൈക്ക് ഉപയോഗിക്കണില്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിമാനത്ത് പോകുന്നില്ലേ, ബിരിയാണി തിന്നുന്നില്ലേ? വളരെ ബാലിശമായ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ആളുകൾ കൈകാര്യം ചെയ്യാറുള്ളത്. ബിരിയാണി തിന്നുന്നതും ദീനിലൊരു ഇബാദത്തും രണ്ടും ഒരുപോലെയാണോ? ബിരിയാണി തിന്നുന്നത്, വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്, ഇതൊക്കെ ആദത്തുകൾ എന്നാ പറയാ, ഇബാദത്ത് എന്നല്ല. ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ ആദത്തുകളാണ്. ആദത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എല്ലാം ഹലാലാണ്. അത് ഹറാമാണെന്ന് ശറഅ് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ മാറിക്കേണ്ടത്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്ന് ആദത്തുകളാണ്, മറ്റൊന്ന് ഇബാദത്തുകളാണ്. ആദത്തുകളാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഹലാലാണ്. വെള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമോ, ചുവപ്പ് ധരിക്കാൻ പറ്റുമോ, കറുപ്പ് എല്ലാത്തിനും ഹദീസ് വേണ്ട. ബിരിയാണി തിന്നാൻ പറ്റുമോ, മന്തി തിന്നാൻ പറ്റുമോ, ഏതാ പറ്റുക എന്നുള്ളതിന് എല്ലാത്തിനും ഹദീസ് വേണ്ട. അവിടെ പാടില്ല എന്നതിന് തെളിവാണ്. ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് കൊണ്ടുവരണം. ഏതില്? ആദത്തില്. എന്നാൽ ഇബാദത്ത് അങ്ങനെയല്ല. ഇബാദത്തിന്റെ അടിസ്ഥാനം ഹറാമാണ്. ഒരു ഇബാദത്തും ചെയ്യാൻ പറ്റൂല. അവിടെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ തെളിവ് വേണം. ചില ആളുകൾ പറയും നബിദിനം കഴിക്കാൻ പറ്റൂല എന്ന് ഖുർആനിലുണ്ടോ? ഇനാമ് പ്രഖ്യാപിക്കും. നബിദിനം കഴിക്കാൻ പാടില്ല എന്നത് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇനാം. നബിന്റെ കാലത്തില്ലാത്തൊരു കാര്യം നബി പറ്റൂല എന്ന് പറയോ? ഇബാദത്തുകളുടെ വിഷയത്തിൽ നമ്മളിപ്പോൾ പുതിയൊരു ഇബാദത്ത് ഉണ്ടാക്കുകയാണ്, ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പുതിയൊരു നിസ്കാരം ഉണ്ടാക്കിയിട്ട് പറയാണ് ഈ നിസ്കാരം പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരണം. അങ്ങനെ ഹദീസ് ഉണ്ടാവില്ല. അതാ പറഞ്ഞ ഇബാദത്തിന്റെ അടിസ്ഥാന ഹറാമാണ്. അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത ഒരു ഇബാദത്തും ഒരാൾക്ക് ചെയ്യാൻ പാടില്ല. അതാണ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിലൊരു പ്രശ്നം, ഒരു വിഷയം. എന്നാൽ ആദത്ത് അതല്ല. ആദത്ത് ഇബാദത്ത് കൂട്ടിക്കലർത്തരുത്. ആദത്ത് നമ്മുടെ ഭക്ഷണം കഴിക്കല്, വെള്ളം കുടിക്കല്, യാത്ര ചെയ്യല്, വാഹനം, അതുപോലെ വസ്ത്രം, ഇതൊക്കെ ആദത്തുകളാണ്. ഇതിന്റെ അടിസ്ഥാനം ഹലാലാണ്. അത് ഏതു നമുക്കാകാം. അത് പാടില്ല എന്നതിന് തെളിവാണ്. ഇപ്പൊ കള്ള് കുടിക്കാൻ പാടില്ല, അതിന് തെളിവാണ്. ഏത് വെള്ളം കുടിക്കാം. ഏതാ പാടില്ലാത്ത? പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. ഈ രണ്ട് വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഈ കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ചില കാര്യങ്ങൾ കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന നിലയിൽ ഈ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം രണ്ട് വാക്കിൽ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞാൽ നബിയെ അനുസരിക്കുക, നിരുപാധിക നബിയെ അനുസരിക്കുക, നബി പറഞ്ഞതിനെ സത്യപ്പെടുത്തുകയും അത് പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ഒരു ഹദീസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് നിസാരമായി കാണുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ഗൗരവമുള്ളതാകട്ടെ, നിസാരമായി നമുക്ക് തോന്നുന്നതാകട്ടെ, അള്ളാഹിന്റെ റസൂല് പറഞ്ഞോ അത് അതുപോലെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, അത് ഈമാനിന്റെ പവറാണ്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാ. വെള്ളം കുടിക്കുന്നത്, ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞാലും എത്ര ആളുകൾക്ക് അത് മാറിക്കാൻ പറ്റുന്നുണ്ട്? എന്നാലും അതൊരു പ്രയാസമാണ്. വലത് കൈ കൊണ്ട് എന്തൊക്കെ ന്യായങ്ങൾ നമ്മൾ പറയാ, ആ ഗ്ലാസ് മേലെ ഒറ്റാകും, അല്ലെങ്കിൽ ആ ഗ്ലാസ് മേലെ അഴുക്കുകളാവും. എന്നാ പിന്നെ പ്ലേറ്റിൽ തിന്നണ്ട, പ്ലേറ്റിലും ആവുന്നില്ലേ? ആരെങ്കിലും പ്ലേറ്റ് ഒഴിവാക്കുന്നുണ്ടോ? പ്ലേറ്റ് കഴിക്കുന്നത് പോലെ ഗ്ലാസും കഴിക്കാലോ.
അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കാൻ പറ്റണം. വസ്ത്രം നെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല എന്ന് പുരുഷന്മാരോട് പറഞ്ഞു. നമുക്ക് അംഗീകരിക്കാൻ എന്താ പ്രശ്നം? ഈ ആളുകൾ ഇതിനെ പറ്റി എന്താ വിചാരിക്കുക? ഞാനൊരു മോലിയാരുട്ടിയായി എന്ന് വിചാരിക്കും. ഇപ്പൊ അത് ന്യൂജന്റെ ഇടയിലൂടെ എനിക്ക് നടക്കാൻ പറ്റൂല, എന്തൊക്കെ ചിന്തകൾ നമ്മുടെ മനസ്സ് വരിക? എന്തുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ള എന്ന് മനസ്സറിഞ്ഞ് പറയാൻ നമുക്ക് പറ്റുമല്ല എന്നുള്ള ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമില്ലാത്തത് കൊണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. സമയം ഉണ്ടെങ്കിൽ മറ്റു ദിവസങ്ങൾ നമുക്കത് തുടരാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ള എന്നുള്ളതിൽ അബ്ദുഹു വ റസൂലുഹു ഇത് രണ്ടും പ്രധാനമാണ്. അള്ളാഹിന്റെ റസൂലിനെ അമിതമായി പുകഴ്ത്താനും പാടില്ല, റസൂലിനെ തീരെ അവഗണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.